ഓർമ്മയായ നാൾ മുതല് എന്റെ മുമ്പില് ഒരു പയ്യനെ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോഴും അങ്ങനെ തന്നെയാ. എന്റെ വിവാഹം കഴിഞ്ഞ ശേഷം പോലും നിന്നെ മനസ്സിലിട്ട് ആരാധിച്ചവളാ ഞാൻ. നിന്നെ നേടണമെന്ന് ആഗ്രഹിച്ചിരുന്നവളാ ഞാൻ. പിന്നെ ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഫ്രോഡ് എന്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷം എനിക്ക് ചെറിയൊരു ചലനം ഉണ്ടായത്. എന്നാൽ അവൻ പോയതിനു ശേഷം നീ എന്നോടും കുഞ്ഞിനോടും കാണിക്കുന്ന സ്നേഹം കണ്ടതിനു ശേഷം എനിക്ക് ജോലി തന്നതും എന്നെ കെയർ ചെയ്യുന്നതും അനുഭവിച്ചതിന് ശേഷം നിന്നെ വീണ്ടും നേടണമെന്ന് എനിക്കൊരു തോന്നൽ. സറിയു, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അതേടാ, ഞാൻ മനസ്സിൽ കാണുന്ന, ഞാനുമായിട്ട് കൂടണമെന്ന് ആഗ്രഹിക്കുന്ന ആ ചെറുപ്പക്കാരൻ നീ തന്നെയാ. നിന്നെ എനിക്ക് കിട്ടണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം. കല്യാണി ഉണ്ട് നിന്റെ കൂടെ. എന്നെ ഒരു രണ്ടാം ഭാര്യ ആക്കിക്കൂടെ നിനക്ക്? കൺമണി മോൾ അച്ഛൻ എന്ന് നിന്നെ കരുതുമ്പോ മോളുടെ അമ്മ നിനക്ക് കൂടെ കൂട്ടിക്കൂടെ? എന്താടാ നീ ഒന്ന് പറയത്തെ? സമ്മതാന്ന് പറയടാ. എടാ പറയാൻ, സമ്മതാന്ന് പറയാൻ പറയടാ. ആന്റി, സറിയുവിന്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അവർക്കെന്തോ നല്ല തലവേദനയും പനി ഉണ്ടെന്നായിരുന്നു മെസ്സേജ്. ഇന്ന് ലീവാണെന്ന് പറഞ്ഞു. അതാ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. ആന്റി എന്താ ആലോചിക്കുന്നത്? ആന്റി ഇപ്പോ എങ്ങോട്ടും പോകുന്നില്ലല്ലോ. മോള് വന്ന ശേഷം മോൾക്ക് വേണ്ടതൊക്കെ ഒരുക്കി കൊടുത്തിട്ട് വീട്ടിൽ തന്നെ കഴിയുവാണല്ലോ. അല്ലെങ്കിൽ ചിലപ്പോ ആന്റി വിട്ട് അവള് പോയാളെന്നുള്ള ഭയമായിരിക്കും അല്ലേ? 10-25 കൊല്ലം മോളുടെ സ്നേഹം കിട്ടാതെ ജീവിച്ചല്ലേ. അതുകൊണ്ട് അതില് ആന്റിയെ തെറ്റൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്കൊക്കെ ഒന്ന് വരാം. കല്യാണിയൊക്കെ ആന്റിയെ ഇപ്പൊ കാണുന്നില്ലല്ലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അല്ല, സരുവിനിപ്പോ എങ്ങനെയുണ്ട്? കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടോ? കുഴപ്പമില്ല അല്ലേ? എന്തായാലും അവൾക്കാരും ഇല്ലാത്തതല്ലേ. എന്തായാലും വന്നാ ഞാനല്ലേ ഉള്ളൂ അവളെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോവാ. അതുകൊണ്ട് കല്യാണിയെ പറഞ്ഞത് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ. ഞാൻ പോയി എന്താണെന്ന് ചോദിക്കട്ടെ. അവള് അകത്തുണ്ടല്ലോ. ശരി. സരയു, നീ എഴുന്നേക്കണ്ട, കിടന്നോ? എങ്ങനെയുണ്ട് ഇപ്പൊ? കുഴപ്പമില്ലടാ. ചൂടൊന്നുമില്ലല്ലോ? പനിയൊന്നുമില്ല, പക്ഷെ എന്തോ തല വെട്ടി പൊളിക്കുന്ന പോലത്തെ ഒരു വേദന. എന്നാ പിന്നെ പെട്ടെന്ന് റെഡി ആയിക്കോ. എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അതിന്റെ ഒന്നും ആവശ്യമില്ലടാ. ബാമ്പ് പുരട്ടിയാ കുറഞ്ഞോളും. പിന്നെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തലവേദന വരുന്നുണ്ട്. അതുകൊണ്ട് കഴിക്കാനുള്ള മരുന്നുണ്ട്. മിക്കപ്പോഴും തലവേദന വരുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. നീ ഈ സമയത്ത് നല്ലൊരു ഡോക്ടറെ കാണാണ് വേണ്ടത്. വേണ്ടടാ, അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞോളാം. എനിക്ക് ബുദ്ധിമുട്ടാവുന്ന കരുതി നീ ഒന്നും പറയാതിരിക്കരുത്. ഇപ്പോ എനിക്ക് നീ പഴയ സറിയ തന്നെയാ. മുമ്പൊക്കെ അറിയാലോ, ഞാൻ നിന്നോട് ഒന്നും ചോദിക്കാറില്ല. നീ നിനക്ക് ഇഷ്ടമുള്ളത് എന്നോട് പറയും, ഞാൻ അത് നിനക്ക് ചെയ്തു തരും. ആ സ്വാതന്ത്ര്യം ഇനി നീ കാണിക്കണം. നിനക്ക് എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയാം. അതെനിക്കൊരു ബുദ്ധിമുട്ടല്ല. ഇത് കേൾക്കുന്നതന്നെ ഒരു സന്തോഷാടാ. ഇപ്പൊ എനിക്ക് എന്തിനും ഇതിനും കൂടുതലൊരാളുണ്ടെന്നുള്ള തോന്നലാ. അതുകൊണ്ടാ ഇനി നിന്നെ വേദനിപ്പിക്കണ്ടെന്ന് ഞങ്ങൾ കരുതിയത്. ദൈവത്തെ സാക്ഷ്യത്തിൽ പറയുക, ഈ എനിക്കോ കല്യാണിക്കോ മനോഹരമായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടാവില്ല. നിന്റെ കുഞ്ഞിനെ ഇനി ഒരു കാരണവശാലും അവൻ കാണത്തുമില്ല. നീ പറയുന്നൊക്കെ എനിക്ക് വിശ്വാസം, പക്ഷേ കല്യാണി അത്രത്തോളം വിശ്വസിക്കാൻ എനിക്ക് വയ്യടാ. അവള് തന്നെയാ ഇത് എന്നോട് പറഞ്ഞത്. മനോഹരനോട് ഇനി അടുപ്പം കാണിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. നിന്റെയും നിന്റെ കുഞ്ഞിന്റെയും ജീവിതമാണ് ഞങ്ങൾ നോക്കേണ്ടത്. അല്ലാതെ ലോകത്തുള്ള ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം ചീറ്റ് ചെയ്തതിനു വേണ്ടി ഞങ്ങളുടെ സമയം മെനക്കെടുത്തേണ്ട കാര്യമില്ല. അതിലൂടെ നിന്നെ വേദനിപ്പിക്കേണ്ട കാര്യമില്ല. നീ രാവിലെ ചായയൊക്കെ കുടിച്ചായിരുന്നോ? ഇല്ല, കുറച്ചു നേരം ഒന്ന് കിടക്കാന്ന് വിചാരിച്ചു. അപ്പോ ഞാൻ വന്നത് ശല്യായോ? അയ്യോ, ഒരിക്കലും ഇല്ല. നീ വന്നപ്പോ നല്ല ആശ്വാസമുണ്ട്. നിന്റെ മെസ്സേജ് കണ്ടപ്പോ പിന്നെ എനിക്ക് അവിടെ ഇരിക്കാൻ തോന്നിയില്ല. നിനക്ക് ഡോക്ടറെ കാണണമെങ്കിൽ പെട്ടെന്ന് കൊണ്ടുപോയി കാണിക്കാന്ന് കരുതി. ഈ കരുതൽ എന്നെ കുറിച്ചുള്ള നിന്റെ ജിജ്ഞാസ നിനക്ക് എന്നെ കുറിച്ചുള്ള ഇഷ്ടത്തെ ആസ്വദിപ്പിക്കുന്നേ. നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ലടാ. നോക്ക്, കാർത്തികയുടെ കല്യാണത്തിന് പോലും നീ താരാന്റിയും കൂട്ടി വന്നില്ല. ഇടയ്ക്കിടയ്ക്ക് നീ വീട്ടിലേക്കൊക്കെ വാ. പ്രത്യേകിച്ച് നമ്മുടെ ഓഫീസ് ഇല്ലാത്ത സമയത്ത് സൺഡേയിലും ഒക്കെ നിനക്ക് കുഞ്ഞിനെ എടുത്ത് താരാന്റിയും കൂട്ടി അങ്ങോട്ട് വന്നുകൂടെ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ കല്യാണിയും കല്ലുമോനെയും കൂട്ടി എന്റെ വീട്ടിലേക്ക് വരാം. അത് അച്ഛനും അമ്മയ്ക്കും ഒക്കെ വലിയ സന്തോഷമാവില്ലേ? നിനക്കൊപ്പം കല്യാണി വരുന്നത് എനിക്ക് അത്ര സന്തോഷമല്ല. എന്താ, അത് നല്ലതല്ലേ? നോക്കാം. പിന്നെ ആ ഗംഗാപ്രസാദിന്റെ തിരോധാനായിട്ട് ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. ചില വാർത്തകളൊക്കെ വരുന്നുണ്ട് ഗംഗാപ്രസാദിനെ കൊന്നതാന്നൊക്കെ പറഞ്ഞിട്ട്. നിനക്കതിൽ പങ്കൊന്നുമില്ലല്ലോ? പങ്കുണ്ടെങ്കിൽ പോലീസ് പിടിക്കും. അങ്ങനെയൊന്നും പറയാതടാ. അവൻ മരിക്കേണ്ടവനായിരുന്നു. അവനെ കൊണ്ട് സമൂഹത്തിന് ഒരു പ്രയോജനം ഇല്ലായിരുന്നു. പിന്നെ നീ എന്തിനാ അവനെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസ് ഇങ്ങനെ ചുറ്റിത്തിരിയുന്നു? പരാതി കിട്ടിയ പോലീസിന് അതേപ്പറ്റി അന്വേഷിച്ചല്ലേ പറ്റൂ. എന്നാ നിനക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ കിടന്നു. കുഴപ്പമൊന്നുമില്ലടാ. എന്ത് പറ്റി? ഇല്ല, കുഴപ്പമില്ല. അല്ല, നിനക്ക് ഒട്ടും ബാലൻസ് കിട്ടുന്നില്ലല്ലോ. കുഴപ്പമില്ലടാ. ആന്റി ഇതെങ്ങനെ അന്തം വിട്ട് നോക്കുന്നേ? ഇവർക്ക് നല്ല ആവശ്യത ഉണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ ബെഡിൽ നിന്ന് എഴുന്നേറ്റപ്പോ വീഴാൻ പോയി. വാ ഇങ്ങോട്ടിരിക്കും. ആന്റി ഇവൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയത്തില്ല. ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞിട്ട് വരണമില്ല. ആന്റി മെസ്സേജിലൂടെ എന്നെ അറിയിക്കണ്ടേ? അയ്യോ വേണ്ട ആന്റി, കല്യാണി അവിടെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇവക്ക് പെട്ടെന്ന് ചൂട് കോഫി എന്തെങ്കിലും കൊടുക്ക്. ഇവള് കോഫിയുടെ ആളാണല്ലോ. പിന്നെ ആന്റിയുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രണ്ടാളും ഇവിടെ മാത്രം നിൽക്കാതെ ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്കും അമ്മയുടെ വീട്ടിലേക്കും ഒക്കെ വരാൻ. മനസ്സിനൊരു സന്തോഷം കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മുഖത്തറിയാൻ പറ്റും. അല്ലെങ്കിലും ഇവിടെ അധികം ചിന്തിക്കാനൊന്നും വിടാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ ഏത് നേരവും എൻഗേജഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അനാവശ്യ ചിന്തകളിലേക്ക് പോകും. അങ്ങനെ ഞാൻ അനാവശ്യമായിട്ട് ഒന്നിനെ പറ്റിയും ചിന്തിക്കാറില്ല. നീ ആ ജയിലിൽ കഴിയുന്നതിനെ കുറിച്ച് ചിന്തിക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ശരിയെന്നാ, ഞാൻ പോയിട്ട് വരാം. ആന്റി പോയിട്ട് വരാം. എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. കിരണിനോട് വരാൻ പറഞ്ഞത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല, അവനെ ഒന്ന് കാണാനാ. അവൻ വന്നു എന്റെ നെറ്റിയിൽ കൈ വെച്ച് നോക്കി. എന്നെ കണ്ടില്ലേ? ഞാനൊന്ന് വീഴാൻ പോയപ്പോ എന്നെ ചേർത്ത് പിടിക്കാൻ വന്നത്. സത്യത്തില് വീഴുന്ന പോലെ ഞാൻ അഭിനയിച്ചതാ. അവൻ ഇനി എന്നും എന്നെ അങ്ങനെ ചേർത്ത് പിടിക്കണം. ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. അവനോട് ഞാൻ എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോ അവൻ എന്നെ തള്ളിക്കളയല്ല ചെയ്തത്. ഇതിനേക്കാളും നന്നായി ആ സമയത്തിനെ ചേർത്ത് പിടിച്ചു. നന്നായി ആശ്ലേഷിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അവന്റെ കരവലയത്തിൽ എനിക്ക് നിൽക്കണം, അവനൊപ്പം ജീവിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ സന്തോഷമല്ലേ വലുത്? ഇത് ഞാൻ പറയുമ്പോ അമ്മയുടെ മനസ്സിൽ മറ്റവളെ കുറിച്ചുള്ള ചിന്തയാണല്ലോ, കല്യാണിയാണല്ലോ അമ്മയുടെ മനസ്സിൽ നിറയുന്നത്.
അവള് പാവാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്റെ അമ്മയാണെന്ന് പോലും ഞാൻ ആലോചിക്കില്ല കേട്ടോ. അവള് പാവമല്ല, പാപം ചെയ്തവളാ, മഹാപാപി. എന്റെ ജീവിതം തൊലച്ചത് ജയിലിൽ കിടക്കുന്നവരാണെന്ന് പറയുമ്പോഴും അവനേക്കാണ് എന്റെ ജീവിതത്തിൽ പ്രതിയായത് കല്യാണിയാ. അത് എങ്ങനെയൊക്കെയാണെന്ന് ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. ഒരുപാട് തവണ ഞാൻ അതേപറ്റി സംസാരിച്ചതാ. ഇപ്പൊ എന്റെ മനസ്സിനകത്ത് ഹൃദയം നുറുങ്ങുന്നൊരു വേദനയുണ്ട്. എപ്പോഴാണെന്നറിയോ, RS കൺസ്ട്രക്ഷനിൽ ഞാൻ ഇരിക്കുമ്പോ കാറിൽ കിരൺ വന്ന് ഇറങ്ങാറുണ്ട്. കൂടെ കല്യാണി അവരൊപ്പം നടന്നു വരുമ്പോ എന്നെ തന്നെ കത്തിക്കാൻ എനിക്ക് തോന്നാറ്. അവൻ എന്റെയാ, എന്റെ മാത്രം. അങ്ങനെയായിരുന്നു. അവിടുന്ന് അവനെ അനധികൃതമായിട്ട് അവള് സ്വന്തമാക്കിയതാ. അവള് പാവമല്ല, കള്ളി. അവള് പെരുങ്കള്ളി. അവൾ അവന്റെ മനസ്സ് കീഴടക്കുമ്പോ അവന്റെ മനസ്സിൽ അവള് സംസാര ശേഷിയുള്ള പെൺകുട്ടിയായിരുന്നു. എന്നിട്ട് മൗനവ്രതമാണെന്ന് പറഞ്ഞ് മാസങ്ങളോളോ അവൾ അവന്റെ കണ്ണു മൂടി കിട്ടിയത്. അവന്റെ മാത്രമല്ല, എന്റെ ആന്റിയുടെ. ഇന്ന് അവള് സംസാരിക്കാത്ത കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ സാധാരണ കള്ളം പറയുന്നവരെ തള്ളിക്കളയുന്ന കിരൺ അവളെ തള്ളിക്കളഞ്ഞില്ല. അവളോടുള്ള സിമ്പതി കൂടുമായിരുന്നു. ആ സിമ്പതിക്കിടയില അവൾ അവളുടെ പാചകവും പടമരയും എല്ലാം കൊണ്ട് കിരണിന്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറിയത്. അവന്റെ മനസ്സ് അങ്ങനെയാ, വളരെ ദുർബലോ. പുറമെ കരുത്തിനും ശക്തനൊക്കെ ആണെങ്കിലും സ്നേഹത്തിന്റെ മുമ്പിൽ അവൻ പെട്ടെന്ന് പതറിപ്പോ. അങ്ങനെയുള്ള അവന്റെ മനസ്സിലേക്ക് കല്യാണി എങ്ങനെയാണോ കയറി കൂടിയത്, അതിനേക്കാൾ 1000 മടങ്ങ് ശക്തിയോടെ ഇടിച്ചു കയറാൻ എന്റെ തീരുമാനം. അമ്മ എന്തിനാ പേടിക്കുന്നത്? ഒരു കാര്യം മാത്രം ഞാൻ പറയുക, അമ്മയ്ക്ക് എന്റെ ശത്രുക്കളോടൊക്കെ സ്നേഹം കാണും, പ്രത്യേകിച്ച് ആ കല്യാണിയോട്. പക്ഷെ ആ സ്നേഹത്തിന്റെ പുറത്ത് എപ്പോഴെങ്കിലും സത്യങ്ങൾ വിളിച്ച് പറഞ്ഞാ അവിടെ നമ്മുടെ തമ്മിലുള്ള ബന്ധം അറുത്തു മാറ്റും. പിന്നെ പൂക്കൾ കൂടി ബന്ധമില്ല. അന്ന് അത് അറുത്തു മാറ്റിയതുപോലെ ഇന്ന് നിങ്ങൾ ഞാനും തമ്മിലുള്ള ബന്ധം അറുത്തു മാറ്റും ഞാൻ. എല്ലാ അമ്മമാരും മക്കളുടെ കാര്യത്തിൽ സ്വാർത്ഥരാ, പ്രത്യേകിച്ച് പെൺമക്കളുടെ കാര്യത്തിൽ. ഇവിടെ അതല്ലല്ലോ. കാലങ്ങളോളം, പതിറ്റാണ്ടുകളോളം മോളെ തേടി നടന്നൊരു അമ്മയാ നിങ്ങൾ. ഒടുവിൽ നിങ്ങൾക്ക് എന്നെ കളഞ്ഞു കിട്ടി. അങ്ങനെ കളഞ്ഞു കിട്ടിയ മകളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാ. അത് കൃത്യമായിട്ട് ചെയ്യാതെ അർഹതയില്ലാതെ കിരണിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളെ സഹായിച്ച പിന്നെ ഒരുപാട് ദുരന്തങ്ങൾക്ക് നിങ്ങൾ സാക്ഷിയാവേണ്ടി വരും. പിന്നെ അവൻ വീട്ടിൽ ചെന്ന ശേഷം എന്നെ വിളിക്കും. ഞാൻ കുഴപ്പമില്ലെന്നേ അവനോട് പറയൂ. അപ്പൊ അവൻ നിങ്ങളെ വിളിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴൊക്കെ അമ്മ മെസ്സേജ് അയക്കണം. പൊടിയേരിക്കഞ്ഞ് കുടിക്കുവാണ്, ബാം പുരട്ടി, ഗുളിയെ കഴിച്ചു എന്നൊക്കെ. അവൻ ഇങ്ങോട്ട് വരുന്നെങ്കിൽ വൈകുന്നേരം വരട്ടെ. അവൻ വന്നില്ലെങ്കിൽ എനിക്ക് നാളെ രാവിലെ തന്നെ ഓഫീസിലേക്ക് പോകണം. കാരണം ഇപ്പൊ എനിക്ക് ഒരു ദിവസം പോലും അവനെ കാണാതിരിക്കാൻ കഴിയില്ല. കുറച്ചു ദിവസമായിട്ട് അവൻ ഓട്ടത്തിലായിരുന്നു. കാർത്തികയുടെ കല്യാണവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട്. അന്ന് അവനെ കാണാതിരുന്നപ്പോ പോലും എനിക്ക് ശ്വാസം മുട്ടലായിരുന്നു. കാർത്തികയുടെ കല്യാണത്തിന് പോണോന്ന് അമ്മ പറഞ്ഞപ്പോ പോണ്ടാന്നാ ഞാൻ പറഞ്ഞത്. വേറൊന്നും കൊണ്ടല്ല, കതിർ മണ്ഡപത്തിനടുത്ത് അവനൊപ്പം നിൽക്കുന്ന കല്യാണിയെ കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ടാ ആ പോക്ക് ഞാൻ വിലക്കിയത്. അത്രയ്ക്ക് കിരണിനെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിലേറെ കല്യാണിയെ വെറുക്കുന്നുണ്ട്. എന്റെ മനസ്സിലിപ്പോ കല്യാണി ആ പഴയ കല്യാണിയാ. എന്റെ എതിരാളിയായ, എന്റെ ജീവിതം തകർത്ത കല്യാണി.